സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യങ്ങളിൽപ്പെട്ട് കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിലപാട് അവർ സ്വീകരിക്കുന്നത് കോൺഗ്രസ് അണികളെപ്പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. കോൺഗ്രസ്സിലെ തന്നെ ചിന്തിക്കുന്നവർ, ഈ നാടിനോട് താല്പര്യമുള്ള ജനത പൊതുവെ ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചു വരികയാണ്. അതുകൊണ്ട് UDF നേതൃത്വം ഗഹനമായി ആലോചിച്ച് ഇന്ന് അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റ് തിരുത്തി കേരള വികസനത്തിനും കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കും ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നടപടികൾ, അതിന് സഹായങ്ങൾ നൽകാൻ മുന്നോട്ട് വരണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ ചില നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാട് കേരള വിരുദ്ധമാണ്. BJP ഒരു കേരള വിരോധികളുടെ പാർട്ടിയാണ്. കേരളത്തോട് അങ്ങേയറ്റ ശത്രുത വെച്ച് പുലർത്തുന്നൊരു പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ നാനാ മേഖലകളിലും അതിൻ്റെ വികസനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം സീപോർട്ട് കേരളത്തിൻ്റെ ഒരു വലിയ എസറ്റാണ്. ഇതുപോലെ ഇനി സീപോർട്ട് ഉണ്ടാകണം, എയർപോർട്ട് ഉണ്ടാകണം. എല്ലാ മേഖലകളിലും നമുക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ കഴിയണം. അതിനുള്ള നടപടികളാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണങ്ങളാണ് ഈ രംഗത്തുണ്ടാകേണ്ടത്. നശീകരണ വാസനയോടുകൂടി ഇത്തരം ഇന്ന് പ്രതിപക്ഷത്തുള്ള ചില പാർട്ടി നേതാക്കൾ സ്വീകരിക്കുന്ന അവരുടെ നിലപാട് തിരുത്തി ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വസ്തുതകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും തരൂരിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് യഥാർത്ഥത്തിൽ വഷളാക്കിയത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളല്ലേ? അവരുടെ രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനും സമീപിക്കാനും അവർ കഴിയുന്നില്ല. ഇന്ന് കേരളത്തിൽ അവർക്കെതിരായിട്ടുള്ളൊരു അന്തരീക്ഷം വന്നിരിക്കുകയാണ്. ശശി തരൂരാണ് ശരിയെന്ന് കോൺഗ്രസ്സുകാർ പറയുകയാണ്. ആ അഭിപ്രായത്തോടൊപ്പമാണ് നിൽക്കേണ്ടിയിരുന്നത്. കേരളമാണ് നമ്മുടേത് എന്ന അഭിപ്രായം കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പുരോഗതി തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഹാനികരമായി തീരുന്നു എന്ന് ഭയന്ന് തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ അവർ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിൽ ചിലരെടുക്കുന്ന നിലപാട് അതിവേഗം തിരുത്താൻ സാധിക്കണം. ശശി തരൂരാണ് ഈ കാര്യങ്ങൾ കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെ വളർച്ചയിലും കേരളത്തിൻ്റെ പുരോഗതിയിലും വസ്തുതാപരമായ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ വസ്തുതാപരമായ കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. അപ്പോൾ അതിനോടൊന്നും പ്രതികരിക്കാനൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല. ഈ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അവരെവിടെ എത്തും? ഇന്ത്യയിൽ BJP കഴിഞ്ഞാലുള്ളൊരു പാർട്ടിയല്ലേ? അവർ ചില സംസ്ഥാനങ്ങൾ ഭരിക്കുന്നില്ലേ? അങ്ങനെ ഭരിക്കുന്ന കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയാൽ അവരെവിടെ എത്തിച്ചേരും? അതാണ് കോൺഗ്രസ്സുകാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ തന്നെ ശശി തരൂരാണ് ശരി എന്ന നിലപാട് സ്വീകരിക്കുന്നത്. പലരും ആ കുപ്പായം തയ്പ്പിച്ച് നടക്കുകയാണ്. 1, 2, 3 അത് തയ്പ്പിച്ച് നടക്കുന്നവർ തയ്പ്പിച്ച് നടന്നോട്ടെ, അതിലൊന്നും ഞങ്ങൾ തടസ്സമില്ല. അവർക്ക് എന്തും ആഗ്രഹിക്കാനും ചിന്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ കേരളത്തിൻ്റെ താല്പര്യമാണ് പറയുന്നത്. കേരളത്തിൻ്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ വികസന കാഴ്ചപ്പാടോടൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതുകൊണ്ട് ശശി തരൂരിൻ്റെ പ്രസ്താവന ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ഇതുപോലെ ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നില്ല. ഇന്നലെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് വലിയ ചില പ്രോജക്റ്റുകൾ അതിൻ്റെ ഉദ്ഘാടനം, ആ പരിപാടികളിൽ എല്ലാവരും സഹകരിക്കുന്നില്ലേ? വലിയ ഉദ്ഘാടന മേളകൾ നടക്കുന്നില്ലേ? എല്ലാവരും സഹകരിക്കുന്നില്ലേ? എല്ലാ പാർട്ടിക്കാരും പങ്കെടുക്കുന്നില്ലേ? അതായിരിക്കണ്ടേ നമ്മുടെ നാട്ടിലുണ്ടാകേണ്ടത്? ഉദ്ഘാടന വേളയിൽ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മാത്രം നിർവഹിക്കുകയാണ്. എല്ലാ പാർട്ടികളെയും അതിൽ ഭാഗവാക്കാക്കുന്നു. MLA MP മുഴുവൻ അതിൻ്റെ ഭാഗമാക്കി തീർക്കുന്നു. അങ്ങനൊരു സംസ്കാരമല്ലേ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് മത്സരിക്കാം, ജനങ്ങളുടെ മുമ്പിൽ മാനിഫെസ്റ്റോ വെച്ച് മത്സരിക്കാം. പക്ഷേ ഈ കേരളം പിന്നോട്ട് പോകാൻ പാടുണ്ടോ? കേരളം ദരിദ്രമാണ്, പട്ടിണിയാണ്, ഇവിടെ ഒന്നുമില്ല, ആരും ഇങ്ങോട്ട് കയറി പോരരുത്, എല്ലാവരും വന്ന വഴി തിരിച്ചു പോകണം എന്നുള്ള നിലയിൽ ഇത് തകർന്നു കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഭാവി എന്താകും? തൽക്കാലം
രാഷ്ട്രീയ ലക്ഷ്യത്തിനാണ് പറയുന്നതെങ്കിലും അത് കേരള സമൂഹത്തിന് ഏറ്റവും വലിയ ആഘാതമല്ലേ, നാശമല്ലേ ഉണ്ടാക്കുക? തെറ്റായതല്ലേ അവരുടെ പ്രചരണങ്ങൾ? ശരിയാണോ പറയുന്നത്? അതുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയല്ല വേണ്ടത്, ശരിയായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചാലാണ് അവർക്കും ജനങ്ങളിൽ അംഗീകാരം നേടിയെടുക്കാൻ സാധിക്കുക.